ഉമ്മമാരെ, നമ്മളെ മക്കളെ സുന്നത്ത് ജമാഅത്തുകാരാക്കിയില്ലെങ്കിൽ, നമ്മൾ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിന്നില്ലെങ്കിൽ നമ്മൾ ഈമാനില്ലാതെ ചത്തുപോകും കേട്ടോ. അതുകൊണ്ട് ഈമാന് വേണോ, സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിക്കണം. ഇനി ഒന്നുകൂടി പറയട്ടെ, അല്ലാഹുവിൽ ഉറച്ച വിശ്വാസം വേണം. വറസൂലിഹി, അല്ലാഹുവിന്റെ റസൂലിലും ഉറച്ച വിശ്വാസം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഉറച്ച വിശ്വാസം വേണം. നിങ്ങൾ നോക്കൂ, മുജാഹിദിന്റെ ഒരു അൽബനാറാണിത്. 2010 ജൂലൈ ആണ്. ഇതിലവര് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിഴച്ചുപോയി പോൽ. ഇന്ന് വരെ അവര് പറഞ്ഞിരുന്നത് അതാ ഇമാമിങ്ങൾക്ക് പിഴച്ചു എന്നാണ്, നമ്മുടെ ആലിമീങ്ങൾക്ക് പിഴച്ചു എന്നാണ്, സഹാബത്തിന് പിഴച്ചു എന്നാണ്. അങ്ങനെയാണല്ലോ ഉമർ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നടപ്പാക്കിയ ജുമഅയുടെ 2 ബാങ്ക് പറ്റൂല എന്ന് പറഞ്ഞത്. അങ്ങനെയാണല്ലോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബിതങ്ങളിൽ നിന്ന് നോക്കി പഠിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്ന 20 റക്അത്ത് തറാവീഹ്, മക്ക മദീനയിൽ നടക്കുന്ന തറാവീഹ് പറ്റൂല എന്ന് പറഞ്ഞത്. എന്നാൽ അങ്ങനെ സഹാബത്ത് പിഴച്ചുവെന്നും ഇമാമികൾ പിഴച്ചുവെന്നും മുമ്പ് പറഞ്ഞിരുന്ന കക്ഷികൾ ഇപ്പോൾ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പിഴച്ചു എന്നെഴുതുന്നു. അപ്പോൾ റസൂലുള്ളാഹിയുള്ള വിശ്വാസം ശരിയാകണമെങ്കിൽ, ഈമാൻ ശരിയാകണമെങ്കിൽ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിക്കണ്ടയോ? ഞാൻ വായിച്ചു കേൾപ്പിക്കാം, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോ. ഇത് പേരോടിന് എന്തെങ്കിലും കിട്ടാൻ പറയുന്നതല്ല, നിങ്ങളെ ഈമാൻ രക്ഷിക്കാനാണ്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ 5 പൈസ വാങ്ങാനല്ല വേദ് പറയുന്നത്. എനിക്ക് നിങ്ങളുടെ ക്യാഷ് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഇപ്പോൾ ആവശ്യമില്ല. ഇത് അല്ലാഹ്ക്ക് വേണ്ടി പറയുന്ന വേദാണ്. നിങ്ങളിൽ ഒരാളെ ഈമാൻ ഉറച്ചാൽ എനിക്കത് സമ്പാദ്യമാണ്. കേട്ടോളി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അല്ലാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അല്ലാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി. സുബ്ഹാനല്ലാഹ്, ജൂതന്മാരല്ല ഇത് പറയുന്നത്, ക്രിസ്ത്യാനികളല്ല ഇത് പറയുന്നത്, RSSകാരല്ല പറയുന്നത്, യുക്തിവാദിയല്ല പറയുന്നത്. ഇത് മുജാഹിദിന്റെ അൽമനാറാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അബദ്ധം പറ്റിയപ്പോൾ, അതാ പിഴവ് പറ്റിയപ്പോൾ. അപ്പൊ മോമിനീകളെ, അല്ലാഹുവിലും റസൂലിലും ശരിയായ ഉറച്ച വിശ്വാസം വേണം. തുമ്മലം യർതാബൂ, പിന്നെ സംശയം പറ്റൂല കേട്ടോ. സാധാരണ മനുഷ്യന്മാർക്കേ പിഴവ് പറ്റൂ. ഹബീബായ നബി തങ്ങൾ സാധാരണ മനുഷ്യനല്ല. നബി തങ്ങൾ പറഞ്ഞില്ലേ, ഇന്നീ ലസ്തു മിഥിലക്കും, നിശ്ചയം ഞാൻ നിങ്ങളെപ്പോലെ അല്ല. ഇമാം ബുഖാരി റിപ്പോർട്ടിലെ ഹദീസാണത്. ഇന്നീ ലസ്തു മിഥിലക്കും, നിശ്ചയം ഞാൻ നിങ്ങളെ പോലെ അല്ല. വേറൊരു റിപ്പോർട്ടിൽ അവിടുന്ന് പറയുന്നത്, ഇന്നീ ലസ്തു കഅഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയും അല്ല. നമ്മക്കൊക്കെ പിഴവ് പറ്റാൻ സാധ്യതയുണ്ട്. ഹബീബായ നബി നിങ്ങൾക്ക് പിഴവ് പറ്റൂല. ഖുർആൻ വ്യക്തമായി പറയുന്നു, വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുകും വമാ ഗവാ. അന്നജ്മിനെ തന്നെയാണ് സത്യം. നിങ്ങളെ സാഹിബ് മുഹമ്മദുർ റസൂലുള്ളാഹി ഒരിക്കലും പിഴച്ചിട്ടില്ല എന്ന് അല്ലാഹു ഖുർആനിൽ പറയുന്നു. പിഴച്ചു നൽബനാറ് പറയുന്നു. എന്തേ കാരണം? ജമാഅത്ത് ഇസ്ലാമിയും സലഫിയും മുജാഹിദുമൊക്കെ അവരെ പത്രം മുഴുക്കെ എഴുതി വിടുന്നു, മുഹമ്മദ് നബി സാധാരണക്കാരനാണ്, അത് ഖുർആനിനെതിരാണ്, അല്ലാഹുവിന്റെ റസൂലിനെതിരാണ്. എന്നാൽ എന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചൊരു സംഗതിയുണ്ട് സുഹൃത്തുക്കളെ. ഇതൊരു പത്രമാണ്, പേര് നിങ്ങൾ എന്നോട് ചോദിക്കരുത്, അത് ഞാനിപ്പോൾ പറയുന്നില്ല. ഇത് മുജാഹിദിന്റെ പേരിലല്ല, ജമാഅത്ത് ഇസ്ലാമിന്റെ പേരിലല്ല. ഇതിൽ അതാ ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദിനെ വിമർശിച്ചുകൊണ്ടൊരു ലേഖനമുണ്ട്. ഇപ്പോൾ ഞാനത് വായിക്കുന്നില്ല. ആം ആദ്മി എന്നാണ് ഈ ലേഖനത്തിന്റെ ഹെഡിങ്. ആം ആദ്മി എന്നൊരു പാർട്ടിയുണ്ട്, ചൂല് ചിഹ്നമാക്കിയൊരു പാർട്ടി. അതിന്റെ ഹെഡിങ് കൊടുത്തിട്ട് മഹാനായ കാന്തപുരം ഉസ്താദിനെ
വിമർശിക്കുന്നതിന്റെ അവസാനം പറയുന്നൊരു വാക്ക് കണ്ടപ്പോ ഞാനിങ്ങനെ ആലോചിച്ചു പോയി, പടച്ചവനേ, ഈമാൻ തെറ്റിക്കുകയോ, ഈമാൻ പറ്റിക്കുകയോ? വാചകം ഞാനൊന്ന് വായിച്ച് കൽപ്പിച്ചു തരട്ടെ. ഹബീബായ നബി നിങ്ങൾ സാധാരണക്കാരനാണെന്ന് മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിക്ക് അങ്ങനെ പറയുന്ന അതേ ആശയം ഈ പത്രത്തിലും കാണുന്നു. ഇതിൽ പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ ഒരു സാധാരണ മനുഷ്യനാണെന്ന് ലോകത്തോട് അഭിമാനപൂർവം വിളിച്ചു പറഞ്ഞ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉയർത്തിയ അടിസ്ഥാന സന്ദേശം അഭിമാനപൂർവം ഓർത്തു വെക്കുക. എന്താ പറഞ്ഞത്? ഞാനൊരു സാധാരണ മനുഷ്യനാണെന്ന് ലോകത്തോട് അഭിമാനപൂർവ്വം വിളിച്ചു പറഞ്ഞ മുഹമ്മദ് നബി എന്ന് റസൂലുള്ളാഹിന്റെ പേരിൽ ഒരു പച്ചക്കള്ളം പറയുന്നു. ഞാൻ പറയട്ടെ, സഹീഹോ ദഈഫോ ആയ ഒരു സനദും റസൂലുള്ള സാധാരണക്കാരനാണെന്ന് പറഞ്ഞ ഹദീസിന് ഇല്ല കേട്ടോ. റസൂലുള്ള സാധാരണക്കാരനാണെന്ന് റസൂലുള്ള പറഞ്ഞിട്ടില്ല. പറഞ്ഞത് ബുഖാരിയിലുണ്ട്, സഹീഹായ സനദാണ്. ഇന്നി ലസ്തു മിഥിലക്കും, നിശ്ചയം ഞാൻ നിങ്ങളെ പോലെ അല്ല. ഇന്നി ലസ്തു കഅഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയും അല്ല എന്ന് പറഞ്ഞതാണ് ഹദീസിലുള്ളത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, അതാ പ്രായം ചെന്ന പണ്ഡിതന്മാരെ വഞ്ചിച്ചുകൊണ്ട് വിവരമില്ലാത്ത ചില ആളുകൾ ദീൻ കൈകാര്യം ചെയ്തപ്പോൾ ഇത് സുന്നിയുടെ പേരിൽ ഇറങ്ങുന്നൊരു പത്രമാണ്, പക്ഷേ വിവരമില്ലാത്തവരും മതം കൈകാര്യം ചെയ്തപ്പോ ഉണ്ടായ മുസീബത്താണ്. അതുകൊണ്ട് തന്നെ ദീനിന്റെ ഇൽമ് ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. കേൾപ്പുറ്റ പണ്ഡിതന്മാർ വളർന്നു വരേണ്ടതുണ്ട്. അതിന് ദഅവാ കോളേജുകൾ വേണം, ദർസുകൾ വേണം, സ്ഥാപനങ്ങൾ വേണം. അതിന് നിങ്ങളെല്ലാം അകമഴിഞ്ഞ് സഹായിക്കണം.